السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. പൈതൃകം മീഡിയയുടെ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെ എന്ന പ്രഭാഷണ പരമ്പരയുടെ 41-ാം പ്രഭാഷണമാണ് 47-ാം പ്രഭാഷണമാണ് ഇന്ന്. കഴിഞ്ഞ 46 പ്രഭാഷണങ്ങളിലായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തിൻ്റെ കാരണവും അത് രൂപീകരിച്ച ശേഷം അതിൻ്റെ മുന്നോട്ടുള്ള ഗമനങ്ങളെപ്പറ്റിയും അതിൻ്റെ ആശയപ്രചരണത്തിന് വേണ്ടി അത് തുടക്കം കുറിച്ച വൈജ്ഞാനിക വിപ്ലവം അഥവാ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളും സമസ്തയുടെ ആശയം ബഹുജനങ്ങളിലേക്കും യുവജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകരിച്ച ചരിത്രവുമൊക്കെ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് SYSന്റെ 70-ലേറെ കാലം നീണ്ടു നിൽക്കുന്ന വലിയ ചരിത്രങ്ങളിൽ നിന്ന് കുറഞ്ഞ വാക്കുകളാണ് സംസാരിക്കുന്നത്. അതിലൊന്ന് മിനിയാന്ന് നമ്മൾ സംസാരിച്ചു. മുഹറം 9, 10 ഈ 2 ദിവസങ്ങളിൽ ഇന്നാണല്ലോ മുഹറം 10-ന്റെ നോമ്പ് അനുഷ്ഠിച്ചത്. ഇന്നലെ അതുകൊണ്ട് 2 ദിവസത്തെ പ്രഭാഷണം നമ്മൾ നിർത്തിവെച്ചിരുന്നു. അപ്പം ഇന്ന് നമ്മൾ 47-ാമത്തെ പ്രഭാഷണമാണ്. സമസ്ത കേരള സുന്നി യുവജന സംഘം നിലവിൽ വന്നതോടുകൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം സമസ്തക്ക് ഏറെ ഗുണം ചെയ്തു എന്ന് പറഞ്ഞാൽ, വലിയ ആലിമീങ്ങൾ അവർ ദർസ് നടത്തുകയും മറ്റു ദീനീ സംരംഭങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ബഹുജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സ്വാഭാവികമായും അവർക്ക് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും. എന്നാലും അവർ അടങ്ങി നിൽക്കാതെ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ പ്രവർത്തനങ്ങളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ സജീവമായതുകൊണ്ടാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം വരെ രൂപീകരിച്ചത്. അപ്പം സമസ്തയുടെ ആലിമീങ്ങൾ ഒരിക്കലും നിഷ്ക്രിയരായിട്ടില്ല. പിന്നെ അതിലേക്ക് കൂടുതൽ പൊതുജനങ്ങളെ, ബഹുജനങ്ങളെ, യുവാക്കളെ, സാധാരണക്കാരെ ക്ഷണിക്കുന്നതിന് വേണ്ടി അവരതിൽ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് SYS രൂപീകരിക്കുന്നത്. 1961 ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 21-ാം വാർഷിക മഹാസമ്മേളനവും വിദ്യാഭ്യാസ ബോർഡിൻ്റെ 2-ാം വാർഷികവും കക്കാട് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കക്കാട് അന്നേ ഉള്ളൊരു മദ്രസയാണ് മിഫ്താഹുൽ ഉലൂം മദ്രസ. ആ മദ്രസയുടെ പരിസരത്ത് വെച്ച് ആണ് ഈ സമ്മേളനം നിശ്ചയിച്ചത്. സമാപന ദിവസമായ 61 ഫെബ്രുവരി 9-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് മിഫ്താഹുൽ ഉലൂം മദ്രസയിൽ വെച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സാധാരണ മുശാവറ ചേർന്നു. സമസ്തയുടെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കൂ, ഒരു സമ്മേളനം നടത്തി പിരിഞ്ഞു പോവുകയല്ല. അതൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സമ്മേളനം ഒരു ദിവസമായാലും 2 ദിവസം, ആദ്യകാലങ്ങളിലൊക്കെ ഒറ്റ ദിവസമാണ് സമ്മേളനം നടത്താറ്. പിന്നീട് 2 ഇപ്പോൾ 3 ഈ 3 സമ്മേളനങ്ങൾക്ക് ഒരു സമ്മേളനമായാലും, ഒരു ദിവസത്തെ സമ്മേളനമായാലും, 2-ാം ദിവസ സമ്മേളനമായാലും, 3-ാം ദിവസ സമ്മേളനമോ 3 ദിവസത്തെ സമ്മേളനമായാലും സമസ്ത കേരള ജമിയത്തിൽ ഒന്നുകിൽ അതിൻ്റെ ആദ്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലായി മുശാവറ ചേരും.
പലപ്പോഴും സമ്മേളനത്തിൻ്റെ തലേന്ന് തന്നെ ആലിമീങ്ങൾ സൈറ്റിലെത്തി മുശാവറ ചേർന്ന് ആ എടുക്കുന്ന തീരുമാനവും കൂടിയാണ് പൊതുസമ്മേളനങ്ങൾ പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ 961 ഫെബ്രുവരി 9 രാവിലെ 9 മണിക്ക് കക്കാട് മിഫ്താഹുൽ മദ്രസയിൽ വെച്ച് കേന്ദ്ര മുശാവറ ചേർന്നപ്പോൾ ആ മുശാവറയിൽ വെച്ചാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തെ സമസ്തയുടെ ഔദ്യോഗിക കീഴ്ഘടകമായി പ്രഖ്യാപിച്ചത്. അന്ന് രാത്രി കക്കാട് നടന്ന സമസ്തയുടെ 21ാം വാർഷിക പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാർ ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. അദ്ദേഹം അല്പം സുദീർഘമായി തന്നെ പ്രസംഗിക്കുകയും പ്രസംഗത്തിലെ ഏറെ ഭാഗവും യുവാക്കൾ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കേണ്ടത് അർശിന്റെ തണൽ നാളെ ആഖിറത്തിൽ ലഭ്യമാകുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി ജീവിതം നീക്കിവെച്ച, അതിനുവേണ്ടി ജീവിതം വിനിയോഗിച്ച ചെറുപ്പക്കാർ. ആ കാര്യങ്ങൾ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ സന്തോഷിക്കുക. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനൊരു ഊന്നുവടിയായി സമസ്തയുടെ ഔദ്യോഗിക കീഴ്ഘടകമായി SYSനെ അംഗീകരിക്കുന്നു. നിങ്ങളെല്ലാവരും ആ സംഘടനയുമായി സഹകരിക്കണം. അങ്ങനെ അർശിന്റെ തണലിന്റെ അവകാശികളായി നിങ്ങൾ മാറണമെന്ന് EK അബൂബക്കർ മുസ്ലിയാർ 1961 ഫെബ്രുവരി 9 കക്കാട് ചേർന്ന സമസ്തയുടെ 21ാം വാർഷിക പൊതുസമ്മേളന സമാപനത്തിൽ അത്യുഗ്രം പ്രസംഗം നടത്തുന്ന വഴി SYSനെ സമസ്ത ഏറ്റെടുത്തതായി, അതിനെ കീഴ്ഘടകമായി അംഗീകരിച്ചതായി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനത്തോടുകൂടെ ഇതും യഥാർത്ഥത്തിൽ കേരളം ആകെ അറിയുകയാണ്. അങ്ങനെ ജനറൽ സെക്രട്ടറി മാത്തോട്ടം മുഹമ്മദ് കോയ സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു വയനാടൻ പര്യടനം നിശ്ചയിച്ചു. വയനാട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അതുകൊണ്ട് അത് ഏറെ ക്ലിക്കായി. അദ്ദേഹത്തിൻ്റെ ആ ശ്രമം അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്തോട്ടം മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ നിലക്ക് വിപുലമായ രൂപത്തിൽ ഒരു വയനാട് സന്ദർശനം നടത്തുകയും അതോടുകൂടെ അവിടെ സംഘടന നന്നായി ക്ലിക്കാവുകയും ചെയ്തു. അതുപോലെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ പ്രവർത്തനം ആദ്യമായി ജനം ഏറ്റെടുത്തത് തിരൂർ താലൂക്കിലാണ്. അതിന് 2 കാരണമുണ്ടായി. ഒന്നാമത്തെ കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അന്നത്തെ പ്രസിഡന്റ് ഷെയ്ഖുന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്ത പഠിക്കാൻ അവിടുത്തെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം മുന്നിട്ടിറങ്ങിയതുപോലെ തന്നെ SYSനെ സജീവമാക്കാനും അദ്ദേഹം മുന്നിട്ടിറങ്ങി. അതിന് അദ്ദേഹത്തിൻ്റെ പ്രായം തടസ്സമായില്ല, സമസ്തയുടെ അധ്യക്ഷനാണ് എന്നതും തടസ്സമായില്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മളെ പല നാടുകളിലേക്കും നോക്കുകയാണെങ്കിൽ വലിയ ആലിമീങ്ങൾ ആ നാട്ടിലുണ്ട്. 1 2 അതിൽ കൂടുതലുണ്ടോ, പക്ഷെ അവർക്ക് അവിടുത്തെ സംഘടനയുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടുന്നില്ല. അതെന്താ കാരണം? ഒന്നുകിൽ അവർ വലിയ പ്രവർത്തന ബാഹുല്യം കാരണം മുന്നോട്ട് പോവുകയായിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും ദൂരദിക്കിൽ ജോലി ചെയ്ത് വളരെ കുറഞ്ഞ മണിക്കൂറുകളൊക്കെ നാട്ടിൽ വരാറുണ്ടാവുകയുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെയും തഖ്വയുടെയും വറഇൻ്റെയും പ്രായത്തിൻ്റെയും അടിസ്ഥാനം നോക്കുമ്പോൾ ആ നാട്ടിൽ ഇന്ന് SSFൽ നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളിലും താഴെ പ്രായമുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് ബെല്ലുസ്താദുമായി ബന്ധപ്പെടാൻ പ്രയാസം. SYS അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളാകാൻ പറ്റുന്ന പ്രായമുള്ളവരായതുകൊണ്ട് അവർക്കും ഉസ്താദുമായി ബന്ധപ്പെടാൻ പ്രയാസം. മുസ്ലിം ജമാഅത്താണ് കുറച്ചൊരു ഇദ്ദേഹത്തുമായി ഒരു പ്രായം കൊണ്ട് ഒക്കുക എങ്കിൽ അതിന് ഇദ്ദേഹത്തിന് ഒഴിവില്ലല്ലോ. ഇതേ വളരെ കുറഞ്ഞ സമയത്ത് മാത്രം വരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബന്ധക്കുറവ് വലിയ ആലിമീങ്ങളെ അനുധാവനം ചെയ്ത് നാട്ടിലെ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എൻ്റെ ഈ ശബ്ദം ബഹുമാന്യരായ ആദരണീയരായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരവരെ യൂണിറ്റുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് ഗൗരവത്തിലെടുക്കണം. നമ്മളോട് ഇങ്ങോട്ട് പ്രായം കൊണ്ടും ഇൽമു കൊണ്ടും ഈ ആലിമീങ്ങളുമായി ഒക്കാത്ത കാരണത്താൽ അവർ പേടി കൊണ്ട് മാറി നിൽക്കുന്ന ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് SYS SSFൻ്റെ മക്കൾ, നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് 1/2 മണിക്കൂർ നിങ്ങളെ പിൻഗാമികളായി ഇൽമിൻ്റെ ദായികളും ഖാദിമീങ്ങളുമായി
ആ നാട്ടിൽ നിങ്ങൾ നാട്ടുകാരുണ്ടാകണ്ടേ? അതുപോലെ നമ്മൾ ഏത് ദുഃഖിൽ ജോലി ചെയ്താലും ശരിക്കൊരു ഖബർ സിയാറത്തും മറ്റും ചെയ്യാൻ നമ്മളെ നാട്ടിൽ തന്നെയല്ലേ ആളുകൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു അരമണിക്കൂർ ഒഴിവുണ്ടാക്കി ഈ കുട്ടികളെയൊക്കെ നമ്മളെ പരീക്കൊന്ന് വിളിച്ചു കൂട്ടി അവർക്ക് ഒരു ചെറിയ കാലിച്ചായ ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവറ്റങ്ങൾക്കൊന്ന് ദ്വാരന്ന് കൊടുത്ത് എങ്ങനെ ഉണ്ടടാ നമ്മളെ നാട്ടിൽ ഇപ്പോൾ SSF എങ്ങനെയുണ്ട്, എന്താ ഇപ്പം നിങ്ങളുടെ സാഹിത്യോത്സവിൻ്റെ ഒക്കെ സ്ഥിതി, ഇന്റെ വക അയക്കുക, അവർ ചെറിയ സംഖ്യ വർക്കത്തിന് വേണ്ടി ഞാൻ തരാം, നിങ്ങൾ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊന്നും മൊഞ്ചാക്കുക. SOSന്റെ പ്രവർത്തകന്മാർ ഈ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളും അരാജകതകളും ഭീകരതകളും അതുപോലെ തന്നെ മയക്കുമരുന്നുകളും ഒക്കെ അവറ്റങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ട് മക്കളെ നമ്മളെ പരമ്പര അതിലൊന്നും പെട്ടുപോകരുത്, എൻ്റെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് നിങ്ങൾക്ക് അറിയില്ലേ എൻ്റെ പ്രവർത്തന തിരക്ക് കാരണം, ജോലി തിരക്ക് കാരണം നിങ്ങളെപ്പോലെ ഓടി നടക്കാനൊന്നും ഇപ്പം എൻ്റെ പ്രായം അനുവദിക്കണില്ലല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം, എന്താവശ്യം നിങ്ങൾ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞു ഒന്ന് ദ്വാരുന്നു എപ്പോഴെങ്കിലും. അതുപോലെ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേരെ കീഴ്ഘടകമാണല്ലോ. അപ്പം അതുകൊണ്ട് സമസ്തയുടെ സന്ദേശം ഇന്നിപ്പോൾ കൂടുതലും ജനങ്ങളിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിം ജമാഅത്തിനാണ്. ആ മുസ്ലിം ജമാഅത്തുകാർ ഈ വലിയ ആനിമും ഏകദേശമൊക്കെ ഒരേ പ്രായക്കാരായിരിക്കും, ചിലപ്പോൾ ചങ്ങാതിമാരും ആയിരിക്കും. അപ്പം അവരൊക്കെ ഒന്ന് വിളിച്ച് എന്തൊക്കെയുണ്ട് നമ്മളെ നാട്ടിലെ വർത്താനം, നിങ്ങൾ നമ്മളെ SOSന്റെ കുട്ടികളൊക്കെ ഒന്ന് മൊഞ്ചാക്കിയിട്ടോ, നമ്മളെ SSFന്റെ കുട്ടികൾ ഈ സാഹിത്യോത്സവത്തിനൊക്കെ പോകുമ്പോൾ 1-2 കാരണന്മാരൊക്കെ അവരപ്പോൾ പോയി അവർക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഏറ്റെടുത്ത് നാട്ടിൽ അവർക്ക് നല്ല സ്വീകരണമൊക്കെ കൊടുത്ത് ഉഷാറാക്കണം കേട്ടോ, എനിക്കിപ്പോൾ എപ്പോഴും അതൊന്നും കൂടിത്തരാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഇങ്ങോട്ടൊരു കൂടിയാടല്. അവിടേക്ക് നിർഭാഗ്യവശാൽ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ചിലർക്ക് കഴിയുന്നില്ല. അവർക്കൊണ്ട് ആ നാട്ടിലെ സംഘടനാ പ്രവർത്തകന്മാർ അവർ ബന്ധമില്ല. ഒരു പക്ഷേ ഇവർ മരിച്ചിട്ട് അദ്ദേഹവുമായി പരിചയമുള്ള അന്യ നാട്ടുകാരായ ആളുകൾ ഇങ്ങനെ പ്രവഹിക്കുമ്പോഴാണ് ഈ നാട്ടിലെ സാധു SSFന്റെ കുട്ടികൾ പഠിച്ചോനെ ഇങ്ങനെയൊക്കെ ജനങ്ങൾ അംഗീകരിച്ച ആളായിരുന്നോ ഇയാള് എന്നുള്ള ഖേദം അവർക്ക് വരുന്നത്. അപ്പം നമ്മൾക്കും ഈ കുട്ടികളുടെ ഒരു സിയാറത്ത് കിട്ടാനും നമുക്ക് ഈ കുട്ടികൾ പിന്നെ കുറേ കാലം നമ്മൾ ഓർക്കുമല്ലോ, അപ്പം അതിനൊരു കാരണമാകാനും മഹാന്മാരായ ആദരണീയരായ ഓരോ നാട്ടിലെയും ആലിമീങ്ങൾ നാട്ടിലെ സംഘടനാ പ്രവർത്തനങ്ങളുമായി ഒന്ന് സഹകരിച്ചു കൊടുക്കണം. അതിപ്പോൾ 24 മണിക്കൂറൊന്നും വേണ്ട. അപ്പോൾ സുന്നി വോയിസിൻ്റെ ക്യാമ്പയിൻ വരുമ്പോൾ SOSന്റെ കുട്ടികളൊന്നും വിളിച്ചിട്ട് പിന്നെ ആ ക്യാമ്പയിനൊക്കെ ഒന്ന് ഉഷാറാക്കണം കേട്ടോ, ഇതിൻ്റെ വരിക്കും അതിൻ്റെ ഒരു കോപ്പിങ്ങൾ ചേർക്കണം. അപ്പോൾ അതിൻ്റെ പൈസ ഇതാ ഞാൻ അപ്പോൾ കുട്ടികളത് ഉസ്താദിൻ്റെ ഉദ്ഘാടനം ആക്കുക, സന്തോഷമായില്ലേ. അതുപോലെ സാഹിത്യോത്സവം, അതുപോലെ സിറാജിൻ്റെ ക്യാമ്പയിൻ വരുന്നുണ്ട്. സംബന്ധിച്ച് അടുത്ത ഒക്ടോബർ നവംബർ സിറാജ് ക്യാമ്പയിൻ വരികയാണ്. അപ്പോൾ നാട്ടിൽ ആദരണീയരായ പണ്ഡിതന്മാർ നിങ്ങളെ തെരഞ്ഞ് ആ നാട്ടിലെ മുസ്ലിം ജമാഅത്തിന് വരാൻ കാത്തിരിക്കണ്ട, കാരണം നിങ്ങൾ മുഷാവറയിലൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ മുസ്ലിം ജമാഅത്തിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് പിന്നെ നമ്മളെ പത്രം അതിൻ്റെ ക്യാമ്പയിനൊക്കെ ആയില്ല, നിങ്ങൾ അറിഞ്ഞില്ലേ. അപ്പോൾ എന്നാലിതാ എൻ്റെ പേരിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പേപ്പർ ഇനിയും തുടരണം. അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ആർക്കെയും വിളിച്ചു പറയണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, നമ്മളൊന്ന് സജീവാക്കണം. ഇത്ര പറഞ്ഞാൽ തന്നെ എന്താവും, കുട്ടികൾ നമ്മളുമായിട്ട് ബന്ധമുണ്ടാവും. അപ്പം അങ്ങനെ അതുപോലെ സാഹിത്യോത്സവത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ യൂണിറ്റ് കഴിഞ്ഞു, സെക്ടർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനിയിപ്പം പിന്നെ ഡിവിഷനിലേക്ക് വരികയാണ്. ആ സമയത്ത് ഈ കുട്ടികൾ എന്തെല്ലാം ചെയ്യണം. ഇപ്പോൾ ഒരു ഡിവിഷൻ സാഹിത്യോത്സവ് ചെറിയ രൂപത്തിൽ നടത്തണമെങ്കിൽ തന്നെ അതിനൊരു 5 ലക്ഷം 6 ലക്ഷമൊക്കെ, ഞാൻ ഒരു സാധാരണ ഡിവിഷൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, ഒരു 5 ലക്ഷം 6 ലക്ഷമൊക്കെ ഉറുപ്പ്യ ഇതിന് ചെലവ് വരും. ഇത് ഈ പാവം കുട്ടികൾ നമ്മുടെയൊക്കെ ഒരു സഹകരണത്തോട് പിരിച്ചുണ്ടാക്കുകയാണ്. പിന്നെ ആ സമ്മേളനങ്ങൾ അവർ ആ 3 ദിവസമായിരിക്കും ഡിവിഷൻ്റെ സാഹിത്യോത്സവമൊക്കെ നടക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ വിജയിപ്പിക്കണം. അങ്ങനെ അതുപോലെ അതിന് ഭക്ഷണം ഉണ്ടാക്കണം. ചുരുങ്ങിയത് ഒരു ചെറിയ ഡിവിഷനാണെങ്കിൽ പോലും ഒരു 600-700 കുട്ടികൾ 3 ദിവസത്തെ പരിപാടി പങ്കെടുക്കും. 2 ദിവസം എന്തായാലും ഉണ്ടാവും, ഒരു ദിവസം ഉദ്ഘാടനം കാലിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു 600-700 പേർക്ക് ഒരു 4 നേരമോ 6 നേരമോ ഭക്ഷണം കൊടുക്കണമെങ്കിൽ വലിയ സാഹസം തന്നെയാണ്. ഇതൊക്കെ ഈ കുട്ടികൾ പൈസ ഉണ്ടാക്കണം. അതിൻ്റെ തിരക്കിൽ ഒരു പക്ഷേ അവർ നമ്മളടുത്ത് വന്നുകാണ്ട് പരിപാടി ഇന്ന ദിവസമാണെന്ന് ഇങ്ങോട്ട് പറയാൻ ചിലപ്പോൾ ആ കുട്ടികൾക്ക് സമയം കിട്ടിയില്ല എന്ന് വരും. അതിന് അവരോടൊരു ദേഷ്യം വെക്കാതെ, മക്കളെ എന്താ നമ്മളെ സാഹിത്യോത്സവത്തിൽ പരിപാടികളൊക്കെ നടക്കണില്ലേ, പ്രചരണം നടക്കണില്ലേ, എന്താ നിങ്ങൾ വർത്താനൊക്കെ ചോദിച്ചിട്ട് ഒരു 10-500 ഉറുപ്പ്യ അതിലേക്കൊരു തബറുക്കിന് വേണ്ടി കൊടുത്താൽ ഈ പണ്ഡിതൻ്റെ വർക്കത്തുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്താൽ നമ്മളുള്ള നല്ല ബന്ധമുണ്ടാവും, ഒരു ക്യാപ്പുണ്ടാവില്ല.
അപ്പം അതിലേക്ക് നമ്മൾ വരണം. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്തായിരുന്നെങ്കിൽ അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ വാപ്പ ഖാദിരിയ തെരീക്കത്ത്, നക്ഷബന്ദിയ തെരീക്കത്ത്, റിഫായി തെരീക്കത്ത് എല്ലാത്തിലും ഈ മശായിഖന്മാരിൽ ഒരാളായിരുന്ന അദ്ദേഹത്തിൻ്റെ മകനായ ഈ പാങ്ങിലെ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അവറുകൾ ബാപ്പ നിർദ്ദേശിച്ചിട്ടാണ് സമസ്തൻ്റെ മുന്നണി പോരാളിയായത്. എന്നിട്ട് അദ്ദേഹം അടങ്ങിയോ സമസ്തയുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാരവാഹിയായി തെരഞ്ഞെടുക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മഹാനവറുകൾക്ക് അന്ന് സമസ്തക്ക് സ്വന്തമായ ഓഫീസോ കാര്യങ്ങളോ ഇല്ല. അത് വിഷയാക്കേണ്ട, എൻ്റെ പെരിയിൽ യോഗം കൂടിയാൽ മതി. എൻ്റെ പെരിക്ക് വരാപ്പം എന്താ പരപ്പനങ്ങാടി വരെ തീവണ്ടി കിട്ടൂലേ, അല്ലെങ്കിൽ തിരൂര് വരെ തീവണ്ടി കിട്ടൂലേ, അവിടെ നിന്നിട്ട് കുറച്ച് പോന്നാൽ പോരെ എടരിക്കോട്ടേക്ക് വാളക്കുളത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ആലിമീങ്ങൾ മീറ്റിംഗ് വീട്ടിലായി ആക്കി അവർക്ക് ഭക്ഷണം കൊടുത്തു. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ് ഒരിക്കൽ ഞങ്ങൾക്ക് സ്റ്റഡി നൽകിയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പം മക്കളെ 100 പേര് ഒന്ന് അണിനിരന്ന് 10,000 ആളുകളെ ഒരു വിഷയം അറിയിക്കാൻ നിങ്ങൾക്ക് 1 സെക്കൻഡ് വേണോ? എല്ലാവരുടെ കയ്യിലും അത്യന്താധുനിക മൊബൈലില്ലേ? ഒരാൾ 10 ആൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് നിങ്ങൾക്ക് വിവരം കൊടുക്കാൻ കഴിയും? എന്നിട്ട് അതേ സമയത്ത് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലം നൂറുൽ ഉലമ MA ഉസ്താദ് നവറല്ലാഹു മർക്കദഹു പറയുകയാണ്, ഞാൻ എൻ്റെ നാട് കൈക്കോട്ട് കടവ് തൃക്കരിപ്പൂര്, അവിടെ തീവണ്ടിക്ക് സ്റ്റോപ്പില്ല. അപ്പോൾ തീവണ്ടി കിട്ടണമെങ്കിൽ ഒടുക്ക് പോകണം, ഒന്നിലേക്ക് കുമ്പള പോകണം. അങ്ങനെ തീവണ്ടി കയറിയ പരപ്പനങ്ങാടി അൽഹംദുലില്ലാ എത്തും. ഇന്നത്തെ ആധുനിക തീവണ്ടി ഒന്നും ഇല്ലെങ്കിലും ഉള്ള തീവണ്ടി പരപ്പനങ്ങാടി എത്തും. മിക്ക മീറ്റിങ്ങും അത് SOS-ൻ്റേതായാലും സമസ്തയുടേതായാലും വിദ്യാഭ്യാസ ബോർഡിൻ്റേതായാലും ജമിയത്തുൽ മുഅല്ലിമീൻ്റേതായാലും അതിനൊക്കെ നേതാവ് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദാണ്. അതുകൊണ്ട് മിക്ക മീറ്റിങ്ങുകളും അവിടെയാണ്. പരപ്പനങ്ങാടി ഇറങ്ങിയാൽ പിന്നെ പരപ്പനങ്ങാടിയിൽ നിന്ന് ചെമ്മാട് നിന്ന് തിരൂരങ്ങാടി നിന്ന് കക്കാട് നിന്ന് വെന്നിയൂർ പറമ്പെന്ന് പിന്നെ കോയിച്ചനെന്ന് എടരിക്കോളും. അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വണ്ടികളോ ലോറിയോ വണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സൊക്കെ ആയിട്ട് അവിടെ എത്തും. അവിടെ നിന്ന് പിന്നെ വാളക്കുളത്തേക്ക് എത്രയോ കിലോമീറ്റർ നടക്കണം. അങ്ങനെ അവിടെ എത്തിയാൽ അൽഹംദുലില്ലാ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിസ്കരിക്കാൻ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. ഭക്ഷണം മൂപ്പര് തരും. അവിടെയാണ് ഈ യോഗം കൂടാൻ വിശാലമായ സൗകര്യം മൂപ്പര് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് യോഗം കൂടി തീരുമാനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ദർസില്ലേ, ഞങ്ങൾക്ക് സെബുക്ക് മടങ്ങാൻ പറ്റുമോ? എടി വന്ന അതേ റൂട്ടിൽ തന്നെ പോയി പരപ്പനങ്ങാടി എത്തി തീവണ്ടി കയറി കുമ്പള ഇറങ്ങി. എന്നിട്ട് പിന്നെ ആ തീരുമാനങ്ങളൊക്കെ എഴുതാൻ ഓഫീസ് സെക്രട്ടറി ഇല്ല, മിനിറ്റ്സ് സൂക്ഷിക്കാൻ വേറെ ആളുകളില്ല, ഒക്കെ ഇവരെന്നെ. അപ്പോൾ അതുകൊണ്ട് ആ തീരുമാനങ്ങളൊക്കെ നോക്കി അത് ആ ചെറിയ കാർഡുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് 5 പൈസ ആ കാർഡ് ഉണ്ടോയെന്ന് വരെ ഇപ്പം നമുക്കറിയില്ല. ആ കാർഡിൽ ഈ തീരുമാനങ്ങൾ എഴുതി ഓരോ യൂണിറ്റ് കമ്മിറ്റിക്കും ഓരോ ഉന്നത നേതൃത്വത്തിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്ത് ഓരോ അത് വായിച്ച് പിന്നെ ഒരു യോഗം കൂടി ആ തീരുമാനമൊക്കെ നടപ്പാക്കുമ്പോൾ കാലത്തിലെ പിടിക്കും. എന്നാലും അൽഹംദുലില്ലാ ഞങ്ങളാരും അടങ്ങി നിന്നിട്ടില്ല മക്കളെ. നിങ്ങളിപ്പം ഒരൊറ്റ സെക്കൻഡ് 100 പ്രവർത്തകന്മാരൊരു കൺവെൻഷൻ ഒരുമിച്ച് കൂടി ഒരു സന്ദേശം നിങ്ങൾക്ക് 10,000 ആളുകളെ അറിയിക്കണമെങ്കിൽ സെക്കൻഡ് വേണോ? എന്നിട്ട് നിങ്ങൾ എങ്ങനെ എന്താപ്പം നിങ്ങളുടെ അവസ്ഥ എന്ന് അദ്ദേഹം ഒരിക്കൽ ചോദിക്കേണ്ടത്. അല്ലാഹു അദ്ദേഹം ദർജ ഏറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഖാദിരിയ തരീഖത്തിൻ്റെ ഇജാദത്ത് വാങ്ങി അതനുസരിച്ച് അതുക്കാറുകൾ പതിവാക്കി പോരുന്ന മഹാനായ നൂറുൽ ഉലമ, അതുപോലെ ദർസ് നടത്തിയിരുന്ന അതിനുവേണ്ടി മാത്രം സമയം തികയാത്ത, അതിനു വേണ്ടി തന്നെ സമയം തികയില്ല, അത്ര ദർസ് നടത്താനുള്ള വലിയ കമ്പവുമായി അങ്ങനെ ജീവിതം ദർസിന് വേണ്ടി നീക്കിവെച്ചിരുന്ന മഹാനവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി യുവജന സംഘം, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ, ഈ എല്ലാ ഘടകങ്ങളിലും അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ കോളമിസ്റ്റായും ലേഖകനായും എല്ലാം അവർ ചെലവാക്കിയതുപോലെ മഹാനായ അദ്ദേഹത്തിൻ്റെ നേതാവ്, നമ്മളെ നേതാവ് വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് ഓരോ സംഘടന അനിവാര്യമായി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെയൊക്കെ പ്രചാരകനായി. അതുകൊണ്ട് തന്നെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ആദ്യത്തെ മദ്രസ എവിടെയാണ്? സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ആദ്യത്തെ യൂണിറ്റ് സ്വന്തം നാടായ വാളക്കുളത്ത്. അവിടെയാണ് SOS-ൻ്റെ 1ാമത്തെ യൂണിറ്റ്.
അപ്പൊ നിങ്ങൾ നോക്കി മദ്രസ എവിടെയാണ് ഒന്നാമത്തെ മദ്രസ? അതും വാളക്കുളം. അത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മളെ ഇന്നത്തെ നേതാക്കന്മാർ, ഇന്നത്തെ പ്രവർത്തകന്മാർ ഇപ്പം നമ്മൾ ജില്ലാ മീറ്റിങ്ങിൽ, സ്റ്റേറ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്ത് സുപ്രധാന തീരുമാനമെടുത്താൽ ആ മെമ്പർ അതാദ്യം നടപ്പാക്കേണ്ടത് എൻ്റെ നാട്ടിലായിരിക്കണം എന്ന ഒരു നിർബന്ധമാക്കുണ്ടാണ്. എന്താന്ന് ചിലരെ അവസ്ഥ തീരുമാനിക്കേണ്ട യോഗത്തിലുണ്ടാവും. പക്ഷേ അത് അവരെ യൂണിറ്റിൽ അത് നടക്കണമെങ്കിൽ ഒരുപാട് കാലതാമസം. അതെന്തുകൊണ്ട്? ഒഴിവില്ലാത്തതാണ് ഒരു പ്രധാന കാരണം. പക്ഷെ ഇത് ഒഴിവുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇന്ന് ഞങ്ങൾ ഇത്ര മണിക്ക് ഇത്ര നേരം യോഗം കൂടി ഇന്ന തീരുമാനം എടുത്തത്, എന്ത് തീരുമാനം എടുത്താലും അത് യൂണിറ്റിലാണ് നടപ്പാക്കേണ്ടത്. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ 100 ആൾ പങ്കെടുത്താൽ, 50 ആൾ പങ്കെടുത്താൽ, 25 ആൾ പങ്കെടുത്താൽ അന്ന് തന്നെ അത്ര യൂണിറ്റിൽ അതിൻ്റെ ചെലവുണ്ടാവും. അത് കണ്ട് മറ്റേടും ശരിക്കും അതിന് നമ്മൾ ഇന്ന് വലിയവരായാലും ചെറിയവരായാലും വേണ്ടതുപോലെ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിനെ പോലെ ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നതാണ് ഇന്ന് നാം പരിഹരിക്കേണ്ടതായ ഒരു പ്രധാന വിഷയം. നീട്ടി പറയുന്നില്ല. ഏതായാലും വാളക്കുളം എന്ന് പറഞ്ഞ സ്ഥലം, പുതുപ്പറമ്പ് എന്ന സ്ഥലം തിരൂർ താലൂക്കിലാണ്. അതുകൊണ്ട് തന്നെ SOESന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെ പ്രവർത്തനം ആദ്യമായി വേരൂന്നിയത് തിരൂർ താലൂക്കിലാണ്. തിരൂർ താലൂക്കിലാണ് അതിൻ്റെ കീഴിൽ ഒരു സ്ഥാപനവും വരുന്നത്. അതാണ് വളവന്നൂർ ബാഫക്കി യത്തീംഖാന. അത് സമസ്ത കേരള സുന്നി യുവജന സംഘം തിരൂർ താലൂക്ക് കമ്മിറ്റിയുടേതാണ്. അതിൻ്റെ ആ തിരൂർ താലൂക്കിൽപ്പെട്ട ഒരു യൂണിറ്റാണ് വാളക്കുളം. ആ വാളക്കുളമാണ് ആദ്യത്തെ യൂണിറ്റ്. പിന്നീട് നിങ്ങൾ നോക്കൂ, അങ്ങനെ അതിൻ്റെ പ്രചരണം നടത്താൻ വേണ്ടി വാളക്കുളം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഒരാളെ SOESകാരനാക്കണമെങ്കിൽ എന്തെല്ലാം പണിയുണ്ട്. അയാളെ പരിചയപ്പെടണം, അയാളുമായി ലോകത്തിലാണ്, അയാൾക്ക് സംഘടനയെ പരിചയപ്പെടുത്തണം. ആ വികാരത്തിലാണ് നിലനിൽക്കാൻ അയാൾക്ക് എന്തെങ്കിലും വായിക്കാൻ കൊടുക്കണം. അതിനുവേണ്ടി വാളക്കുളം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു SOES മെമ്പറെ സംഘടനയിലേക്ക് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ സംഘടനയിലേക്ക് SOES കൊണ്ടുവരാൻ ഒരു കൈപ്പുസ്തകമായി നല്ല മനുഷ്യൻ എന്നൊരു പുസ്തകം അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പം ആ പുസ്തകം ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ സുന്നി വോയിസ് വരുത്തണമല്ലോ, സംഘടനാപരമായി കൽപ്പിക്കപ്പെട്ട കാര്യമാണത്. പക്ഷെ അത് വായിക്കുന്നുണ്ടോ ആലോചിക്കണം. അത് വായിച്ച കോപ്പി അത് വലിക്കാനാകാത്തവർ കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, ഹജ്ജിൻ്റെ സമയം വരും. എന്താണ് ഈ ലക്കൊക്കെ സുന്നി വോയിസ്? എല്ലാ ലക്കും അങ്ങനെ തന്നെ. എല്ലാ ഹജ്ജിൻ്റെ കാലം എന്താ അതിൻ്റെ ഒരു ഫീച്ചർ നോക്കൂ. ഈ മുഹറമിൻ്റെ സുന്നി വോയിസ്. അപ്പോൾ സുന്നി വോയിസ് വരുത്താത്ത ഒരാൾക്ക് പിന്നെ ഇതൊന്ന് വായിക്കിട്ടോ. ഇപ്പം ഏതായാലും പിന്നെ മുഹറത്തിലല്ലേ നമ്മളുള്ളത്, ഇതൊന്ന് വായിച്ചു നോക്കി. ഞാനത് വായിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ട് ഞാൻ തിരിച്ച് വാങ്ങിക്കൊണ്ടെന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു ദേവ നമുക്ക് നടത്തിക്കൂടെ? അങ്ങനെ ഒരു സംഗതി ഇല്ല. നമുക്കൊരു സ്ഥലത്തൊരു സമ്മേളനത്തിന് വേണ്ടി ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയാൽ ആ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇപ്പം സമ്മേളനത്തിൽ ആ നാട്ടുകാരിങ്ങനെ നോക്കി, അന്നിപ്പോൾ എന്തോ ഒരു പരിപാടികളുണ്ട്, ഏതൊക്കെയോ നാട്ടുകാരാണ്. അപ്പം അന്ന് ആ സമ്മേളനത്തിൻ്റെ ഒരു അസംസ്കാര ശേഷം ഒരു 5 ആൾ വിവിധ ഭാഗങ്ങളിലേക്ക് പരിസരങ്ങളിലേക്കുള്ള ടൗണിലും പിന്നെ ഗ്രാമങ്ങളിലുമായിട്ട് ഒരു 100 വീടുകൾ കവർ ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ പഴയ കുറച്ച് സുന്നി വോയിസിൻ്റെ കോപ്പിയൊക്കെ ഒന്ന് വായിക്കാൻ കൊടുത്ത് അവരൊക്കെ ഒന്ന് പിന്നെ പറഞ്ഞ് നമ്മളെ സംഘടനയെ പരിചയപ്പെടുത്തലും കൂടി സമ്മേളനത്തിൻ്റെ അജണ്ടയുടെ ഭാഗമാക്കണം. അപ്പോൾ അവർ അങ്ങനെ സമീപിക്കുന്ന ആളുകൾക്ക് വായിക്കാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അതൊക്കെ സംഘടന ഔദ്യോഗികമായി ഉണ്ടാക്കണം. വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അതേ SOESന്റെ ഭാരവാഹിയൊന്നുമില്ല, അദ്ദേഹം സമസ്തൻ്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റാണ് സ്വന്തം നാട്ടിൽ SOESന് യൂണിറ്റ് ഉണ്ടാക്കുന്നത്. ആ പ്രസിഡന്റാണ് ഇടപെട്ടുകൊണ്ട് തിരൂർ താലൂക്കിൽ സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടി സജീവമാകുന്നത്. അന്ന് SOESന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന കക്കാടി SM ജിഫ്രി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പ്രത്യേകം ഓർക്കണം. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഒക്കെ ദരജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിനോടൊപ്പം ചേർന്ന് തിരൂർ താലൂക്കിൽ SOESന് സന്ദേശം എത്തിക്കാൻ സജീവമാവുകയും അങ്ങനെ SOESന്റെ താലൂക്ക് കമ്മിറ്റിയുടെ കീഴിൽ ബാഫക്കി യത്തീംഖാന ഉയർന്നു വരികയും ഒക്കെ ചെയ്തു. 1969 തിരൂർ താലൂക്ക് SOESന്റെ പ്രസിഡന്റായി മഹാനായ സൂഫി വര്യൻ ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ നേതൃസ്ഥാനത്തെത്തി. SOESന്റെ ഒരു കൊല്ലാണ് അദ്ദേഹം SOESന്റെ സംസ്ഥാന പ്രസിഡന്റായത്. അതിലേക്ക് നമ്മൾ പിന്നെ വരുന്നുണ്ട്. ഇതിപ്പോൾ അപ്പോൾ നമ്മുടെ നേതാക്കന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. യൂണിറ്റ്, പഞ്ചായത്ത്,
താലൂക്ക്, അങ്ങനെ ജില്ല, സ്റ്റേറ്റ് ആണ് അന്ന് വന്നത്. ഇന്നാണെങ്കിലോ യൂണിറ്റ്, SSF ആണെങ്കിൽ യൂണിറ്റ് കഴിഞ്ഞ സെക്ടർ, ഡിവിഷൻ, ജില്ല, സ്റ്റേറ്റ്. SYS ആണെങ്കിലോ മുസ്ലിം ജമാഅത്ത് ആണെങ്കിലോ യൂണിറ്റ്, സർക്കിൾ, സോൺ, ജില്ല, സ്റ്റേറ്റ്. അങ്ങനെയായിരുന്നു. ഇവിടെ ഒന്നും ഇയാളെ പിന്നെ ടച്ച് ചെയ്തിട്ടില്ല. യൂണിറ്റിൽ മൂപ്പരെ പറ്റി ആരും എങ്ങനെ സംഘടന കേട്ടിട്ടില്ല. മൂപ്പർ സർക്കിളിൽ അങ്ങനെ മൂപ്പര് സംഘടന ഉണ്ടെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ആ ഒരു സ്റ്റേറ്റ് കൗൺസിലറാണ് മൂപ്പര്. അതെങ്ങനെ വരികയുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് കൗൺസിലർക്ക് കുറച്ച് ആളെ ഈ പിന്നെ അതാത് ഘടകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മൂപ്പര് വലിയ ആളാണ്, മൂപ്പർക്ക് നാട്ടിൽ കൂടാൻ പറ്റുന്ന മൂപ്പര് കൗൺസിലറാണ്. അങ്ങനത്തെ ഒരു കൗൺസിലർ ഉണ്ടായാൽ സംഘടനയുടെ എന്തെങ്കിലും സംഗതി അയാൾ പോയി ഇങ്ങോട്ട് എത്തൂല. പിന്നെ അങ്ങനത്തെ ആൾക്കാർ പിന്നെ സ്റ്റേറ്റ് കൗൺസിലാക്കിയിട്ട് എന്ത് കാര്യമാണ്? ഒരു കാര്യമില്ല. അവർക്ക് മരിച്ചാൽ അവരെ പേര് പിന്നെ സ്റ്റേറ്റ് കൗൺസിലറായിരുന്നു എന്നുള്ളത് പത്രത്തിൽ കൊടുക്കാം. അതല്ലാതെ അതുകൊണ്ട് അയാൾക്കോ അല്ലെങ്കിൽ നമ്മൾ യൂണിറ്റിലുള്ള ആളുകൾക്കോ സംഘടനക്കോ ഒരു ഗുണം കിട്ടുന്നില്ല. എന്നാൽ നമ്മളെ നേതാക്കന്മാർ പിന്നെ അങ്ങനെയാണോ? ഇപ്പോഴുള്ള മഹാന്മാരായ നേതാക്കന്മാരും യൂണിറ്റിലെ കാര്യം ശ്രദ്ധിക്കുന്നവരും സർക്കിളിലെ കാര്യം ശ്രദ്ധിക്കുന്നവരും സോണിന്റെ കാര്യം ശ്രദ്ധിക്കുന്നവരും ഒക്കെ തന്നെയാണ്. ആർക്കെങ്കിലും സമയക്കുറവ് കാരണം അത് കിട്ടണില്ലെങ്കിൽ ഈ മഹാന്മാരെ ചരിത്രങ്ങൾ ഓരൊക്കെ ഒരു ആവർത്തി വായിക്കണം. അബ്ദുൽ ബാരി ഉസ്താദ് എത്രയോ ഗ്രന്ഥങ്ങൾ രചിച്ചു, എത്രയോ ആലിമീങ്ങളെ ദർസ് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ച് പണ്ഡിത ലോകത്തേക്ക് വിട്ടു. അതൊന്നും മാറ്റിയാണ്ടല്ല ഇവർ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അതേ വികാരത്തോടുകൂടെ സംഘടനയെ അവർ ഏറ്റെടുത്തു. ഒരു ദർസ് നടത്തുന്ന വികാരം, ഒരു തഹജ്ജുദ് നിസ്കരിക്കുന്ന വികാരം, ഒരു ളുഹ പതിവാക്കുന്ന വികാരം, ആ വികാരം SYS-ഉം സമസ്തയും വിദ്യാഭ്യാസ ബോർഡും ജമിയത്തുൽ മുഅല്ലിമീനും അതൊക്കെ നിലനിൽക്കാൻ വേണ്ടി അവർ കാട്ടി എന്നതാണ് അവരെ ചിലരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ 1969 തിരൂർ താലൂക്ക് SYS-ന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. ഈ കാലഘട്ടത്തിൽ SYS-ന്റെ സംസ്ഥാന പ്രസിഡന്റ് പൂന്താവനം അബ്ദുള്ള മുസ്ലിയാരാണ്. അദ്ദേഹം SYS-ന്റെ പ്രസിഡന്റായ ശേഷം തന്നെയാണ് സംഘടന നന്നായി ചലിക്കാൻ തുടങ്ങിയത്. അതിന്റെ രൂപീകരണ കാലഘട്ടമാണല്ലോ. എന്നാൽ 1962 മഹാനായ പൂന്താവനം അബ്ദുള്ള മുസ്ലിയാർ എന്ന SYS-ന്റെ അന്നത്തെ പ്രസിഡന്റ് ഒരു ബസ് അപകടത്തിൽ പെട്ട് കിടപ്പിലായി. അവന് കിടപ്പിലായാൽ അവരിഞ്ഞ് ബാക്കിയാകുന്നത് വരെ അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഓരന്നെ പ്രസിഡന്റ് തുടരാന്നുള്ള ആ തിയറി ഒന്നും പഴയ ആലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ കിടപ്പിലാണ്, നമ്മളെ സംഘടനയാണെങ്കിൽ നല്ല ചെറുപ്പക്കാരുടെ ഒരു വിശ്രമം അനുവദിക്കാൻ പറ്റാതെ പ്രവർത്തിക്കേണ്ട സംഘടനയാണ്. ഞാൻ ഈ ബസ് അപകടത്തിൽ എനിക്ക് പരിക്ക് പറ്റി, അതുകൊണ്ട് ഇനി എന്നാണ് ഇതിന് രക്ഷപ്പെടുകയെന്ന് അറിയില്ല. സംഘടന ഞാൻ തളർന്നതുപോലെ സംഘടന തളരരുത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചേർന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാരെ പ്രസിഡന്റാക്കി. അന്നൊക്കെ സെക്രട്ടറി ആര് തന്നെയാണ്? B കുട്ടിസനാജിയെ സെക്രട്ടറി ആക്കി. മാത്തോട്ട മുഹമ്മദ് വായിണ്ട്. അപ്പോൾ B കുട്ടിസനാജി സെക്രട്ടറി ആയി തുടർന്നു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയമാണല്ലോ SYS പ്രചരിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രചരണത്തിന് അപ്പോൾ ഈ വഹാബികൾ ഇങ്ങനെ ഓരോ സംഗതികൾ പുതിയത് കൊണ്ടുവരികയാണല്ലോ. അവരാണല്ലോ ഇപ്പം ഈ അടങ്ങാറൊക്കെ ഉണ്ടാക്കിയത്. അവരാദ്യം എന്തുണ്ടാക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പറഞ്ഞയച്ച് പഠിപ്പിച്ച ഇസ്ലാം, ആ പറഞ്ഞയച്ച ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യം ഇവർ പറഞ്ഞപ്പോഴാണല്ലോ, ഇവർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണല്ലോ ആ നബി തങ്ങൾ സഹാബത്തിനെ പറഞ്ഞയച്ച് കാണിച്ചു തന്ന ആ ശൃംഖലയിലേക്ക്, ആ വഴിയിലേക്ക്, ആ തരീഖിലേക്ക് കേരളീയ മുസ്ലിങ്ങളെ ചേർത്ത് നിർത്താനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. ഇവർ പലപ്പോഴും പല പേരുകളും മാറി. ഇപ്പോൾ അങ്ങനെ പല പേരുകളും മാറും. അപ്പൊക്കെ എന്താക്കും? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിട്ടോ ആ പേര് മാറി ശ്രദ്ധിക്കണേ, ഒരു മറ്റോ തന്നെയാണ്, ആകെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ജനങ്ങളെ മാറ്റി നിർത്തും. അതുപോലെ തന്നെ അവർ പല പ്രസിദ്ധീകരണങ്ങൾ ഓർക്കും. പല നമുക്കാണെങ്കിൽ അൽബയാൻ അവർ മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇവർ പല പ്രസിദ്ധീകരണങ്ങളും നടത്തും. അപ്പം അതുകൊണ്ട് അവർക്ക് ഉരുളക്കുപ്പേരിയായി എഴുത്തനുസരിച്ച് എഴുത്തുകൊണ്ട് തന്നെ മറുപടി പറയാൻ വേണ്ടിയിട്ട് SYS-ന്റെ ചർച്ച വന്നു. നമുക്ക് പത്രം വേണം, നമുക്ക് പ്രസിദ്ധീകരണം വേണം. അങ്ങനെയാണ് സുന്നി ടൈംസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അതിന് സമസ്ത അംഗീകാരം നൽകി, അനിവാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ SYS ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. SYS അത് ഏറ്റെടുത്തത് 1964 ജൂലൈ 20, അന്ന് റബീഉൽ അവ്വലാണ്.
റബിയുൽ അവ്വല് ആണ് അറബി. 1964 ജൂലൈ 20-ന് അതിൻ്റെ സുന്നി ടൈംസിൻ്റെ ആദ്യ ലക്കം പുറത്തിറങ്ങി. ആ ആദ്യ ലക്കം തന്നെ നിങ്ങൾ നോക്കൂ, അന്നത്തെ ആലിമീങ്ങൾ എത്ര മനോഹരമാക്കി. അതിൻ്റെ ആദ്യത്തെ ലക്കത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് വാളക്കുള അബ്ദുൽ ബാരി മുസ്ലിയാർ, വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങൾ, അന്നത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സക്കീർ ഹുസൈൻ, അന്നത്തെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഊമയൂൺ കബീർ, അന്നത്തെ ഗുജറാത്ത് ഗവർണർ മെഹ്ദി നവാസ് ജംഗ് തുടങ്ങിയവരുടെ സന്ദേശങ്ങളും ആശംസകളും തന്നെ കൊടുത്തു. നമ്മളിപ്പോൾ ഇന്നൊക്കെ ഭയങ്കര ഒരു മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശം വാങ്ങി, മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, തെറ്റിദ്ധരിക്കരുത്. 1964 സുന്നി വോയിസ് ആദ്യ ലക്കം ജൂലൈ 20-ന് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ മുഖപ്പേജുകളടക്കം ആരുടെയൊക്കെയാണ് കൊടുത്തത്? ഒന്ന് സമസ്തന്റെ പ്രസിഡന്റിന്റെ ആശംസ, 2 സമസ്തന്റെ പ്രസിഡന്റ് ആരാണ്? വാളക്കുള അബ്ദുൽ ബാരി ഉസ്താദ്. 2 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ സന്ദേശം, സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങളുടെ സന്ദേശം, ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഉപരാഷ്ട്രപതി സക്കീർ ഹുസൈൻ്റെ സന്ദേശം, പെട്രോളിയം മന്ത്രി ഉമയുൻ കബീറിന്റെ സന്ദേശം, ഗുജറാത്ത് ഗവർണർ മെഹ്ദി നവാസ് ജംഗിന്റെ ലേഖനം സന്ദേശം, ഇതെല്ലാം മനോഹരമാക്കിയിട്ടാണ് സുന്നി വോയിസ് ആദ്യലക്കം ഇറങ്ങിയത്. അതിൻ്റെ ചീഫ് എഡിറ്റർ KP മുഹമ്മദ് മുസ്ലിയാരാണ്, അതിൻ്റെ പബ്ലിഷർ ബി കുട്ടിയ സനാജിയാണ്. അങ്ങനെ ഈ പത്രം 1970 വരെ നിന്നു. 1964 മുതൽ സുന്നി ടൈംസ് തുടങ്ങിയിട്ട് 77 ജൂൺ വരെ അത് നിലനിന്നു. ജൂൺ മുതൽ അതിന് പ്രതിസന്ധി വന്നു. അതിന് മുമ്പ് 1-2 മാസം മുമ്പ് അതിന് പ്രതിസന്ധി വന്നിന്. അതിൻ്റെ പ്രതിസന്ധി എന്താ? ബി കുട്ടിയ സനാജി സംഘടനാ രംഗത്ത് നിന്ന് പതുക്കെ പിന്മാറുകയാണ്. അദ്ദേഹം നൂരിഷാ തങ്ങളുമായി ബന്ധപ്പെട്ട് വേറെ ഒരു റൂട്ടിലേക്ക് പോകുമ്പോൾ സംഘടനയ്ക്ക് അദ്ദേഹത്തെ കൊണ്ട് ക്ഷീണം വരുന്നു കണ്ടപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വന്നു. മാറ്റി നിർത്തേണ്ടി വന്നപ്പോൾ അദ്ദേഹമാണ് സുന്നി വോയിസിന്റെ പബ്ലിഷർ. പബ്ലിഷറുടേതാണല്ലോ ആ പത്രം, അയാളാണ് പൈനമുത്തവല്ലി. അപ്പം അതുകൊണ്ട് അദ്ദേഹവും നമ്മളുമായിട്ട് എന്തായി, പിന്നെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ പബ്ലിഷിംഗ് സ്ഥാനത്ത് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് ഈ പത്രം നമ്മളെ ആശയത്തിൽ ഇറക്കാൻ കഴിയൂല. ഇനി അദ്ദേഹത്തെയാണ് നമ്മൾ മാറ്റാനും കഴിയൂല. ആരാണോ പബ്ലിഷർ അവരുടേതാണ് പത്രം. അങ്ങനെ വന്നപ്പോൾ ആ പത്രം നമുക്കിനി വേണ്ട. ഒരുപാട് ഏകദേശം 64 മുതൽ 77 വരെ ഒരു ലക്കവും മുടങ്ങാതെ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത രൂപത്തിൽ അതിമനോഹരമായി E.K. അഷ്റഫ് മുസ്ലിയാരുടെ കാലത്ത് വരെ അത് മറിച്ചു നോക്കിയാൽ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും ഒക്കെ മഹാനവറുകളുടെ ലേഖനമായിരിക്കും. E.K. അബൂബക്കർ മുസ്ലിയാർ എത്രയോ കാലം സുന്നി വോയിസിൽ കോളമിസ്റ്റായിട്ട് എഴുതിയത് മാത്രമല്ല, സുന്നി വോയിസിൽ ചീഫ് എഡിറ്റർ സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഒക്കെ ഇന്നൊക്കെ പറയുക അതൊക്കെ കുട്ടികൾ നടത്തട്ടെന്നല്ല, കുട്ടികൾ നടത്തണം, എന്നാൽ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുന്നതിൽ നമ്മളെ പണ്ഡിതന്മാരൊക്കെ മുന്നിട്ട് നിന്നു കാണാം. ഏതായാലും 77 ലക്കം സാങ്കേതിക ചില കാരണങ്ങളാൽ അടുത്ത ലക്കം പ്രസിദ്ധീകരിക്കണമെന്നില്ല ഏഴത്തേക്ക് എത്തിയപ്പോൾ ഒരു നിമിഷവും SYSന്റെ നേതാക്കന്മാർ അടങ്ങി നിന്നില്ല. പിറ്റേ മാസം ജൂലൈ തന്നെ എന്ത് ചെയ്തു? പേര് മാറ്റി വന്നു, സുന്നി വോയിസ്. സുന്നി ടൈംസ് ആണ് അതുവരെ. ഒരു മാസം അത് നിന്നുപോയി. പിറ്റേ മാസം ജൂലൈയിൽ എന്തായത്? സുന്നി വോയിസ് എന്ന പേരിൽ പുതിയ പത്രം ഇറങ്ങി. അത് ഇന്നും ഏറെ മനോഹരമായി, ഏറെ കളറായി. നോക്കൂ, ഇന്ന് സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ ആധികാരിക ശബ്ദം സുന്നി വോയിസാണ്. അത് ഏത് സാധാരണക്കാർക്കും വായിക്കാൻ പറ്റുന്ന ശൈലിയാണ്. എന്നാൽ എഴുതുന്നതൊക്കെ വലിയ ആധുനിക എഴുത്തുകാർ, ചെറുപ്പക്കാരായ ജേർണലിസ്റ്റുകൾ തന്നെയാണ് സുന്നി വോയിസ് എഴുതുന്നത്. പക്ഷേ അത് സാധാരണക്കാരെ പരിഗണിച്ചുകൊണ്ട് വളരെ മനോഹരമായ ശൈലി, അത് ആയത്തും ഹദീസും ചേർത്തുകൊണ്ട്, ചരിത്രങ്ങൾ ചേർത്തുകൊണ്ടുള്ള മനോഹരമായ പത്രമാണ്, പാക്ഷികമാണ് സുന്നി വോയിസ്. എന്നാൽ ആ സുന്നി വോയിസിനോടൊപ്പം നിന്നുകൊണ്ട് ഇന്ന് എന്തുണ്ട്? ഗൾഫിൽ പ്രവാസി വായന എന്ന് പറഞ്ഞ അതിമനോഹരമായ പ്രസിദ്ധീകരണം മാസിക ഗൾഫിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒരേ സമയം വിതരണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിലാണ് ആ വിദേശ രാജ്യങ്ങളിൽ സുന്നി വോയിസിൻ്റെ ഗൾഫ് പതിപ്പ് എന്ന് പറയാവുന്ന നമ്മുടെ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിദ്ധീകരണമായ
ഈ പ്രവാസി വായന അവിടെ ഇറങ്ങുന്നത്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ സമസ്തന്റെ ആലിമീങ്ങൾ വിശ്രമിക്കണില്ല, ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പഴുതില്ലാതെ പ്രവർത്തിക്കുകയാണ് സമസ്തയുടെ നേതാക്കന്മാർ. 1965 സുന്നി യുവജന സംഘത്തിൻ്റെയും ജമിയത്തുൽ ഉലമയുടെയും സംസ്ഥാന സംയുക്ത സമ്മേളനം കോഴിക്കോട് നടന്നു. പിന്നെ അതിനോടനുബന്ധമായി ഉള്ള കൗൺസിലിൽ 1965 എം ബഷീർ മുസ്ലിയാർ പ്രസിഡന്റും മുക്കം മോയിൻ ഹാജി സെക്രട്ടറിയുമായി സംഘടനയുടെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. എന്നാൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പുതിയ കമ്മിറ്റി എം ബഷീർ മുസ്ലിയാർ പ്രസിഡന്റ്, മുക്കം മോയിൻ ഹാജി സെക്രട്ടറിയായി പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. സുന്നി യുവജന സംഘത്തിന്റെ ചരിത്രത്തിൽ പിന്നെ ആ കമ്മിറ്റിയും ഈ സുന്നി വോയിസിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ കമ്മിറ്റി അധികം നീണ്ടു നിന്നിട്ടില്ല. 65 എം ബഷീർ മുസ്ലിയാർ പ്രസിഡന്റായിരുന്നത്. കുട്ടിയസനാജി തന്നെയാണ് എക്കാലത്തും സെക്രട്ടറി, അതുവരെ സെക്രട്ടറി. 68 SYS ജനറൽ ബോഡി ചേർന്നു. അന്ന് ബഷീർ മുസ്ലിയാർക്ക് പകരം പ്രസിഡന്റായി പാണക്കാട് PMSA പൂക്കോയ തങ്ങളും, അതുപോലെ തന്നെ KP ഉസ്മാൻ സാഹിബ് സെക്രട്ടറിയായി ഒരു കമ്മിറ്റി നിലവിൽ വന്നു. പൂക്കോയ തങ്ങൾ പ്രസിഡന്റും KP ഉസ്മാൻ സാഹിബ് സെക്രട്ടറി. 68 ആഗസ്റ്റ് 25 ആ കമ്മിറ്റി നിലവിൽ വന്നത്. ആ കമ്മിറ്റിയുടെ യോഗം കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെ ഹിദായത്തു സുബ്യാൻ മദ്രസ ഹാളിൽ PMSA പൂക്കോയ തങ്ങൾ അഥവാ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന് ആ യോഗത്തിൽ വെച്ചിട്ടാണ് പാണക്കാട് തങ്ങൾ പ്രസിഡന്റും പൂക്കോയ തങ്ങൾ പ്രസിഡന്റും കുട്ടിയസനാജി സെക്രട്ടറിയുമായി വന്നത്. അത് അന്നും കൂടി ഞാൻ ഡേറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. 1968 ഓഗസ്റ്റ് 25 കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെ ഹിദായത്തു സുബ്യാൻ മദ്രസയിൽ പൂക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം കൂടി. ആ യോഗത്തിൽ വെച്ചാണ് പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ പ്രസിഡന്റും അതുപോലെ കുട്ടി എസ്സനാജി വീണ്ടും സെക്രട്ടറിയായി 40 അംഗ സമിതി നിലവിൽ വരുന്നത്. എന്നാൽ നവംബർ 7 ചേർന്ന യോഗത്തിൽ വെച്ചിട്ട് വൈസ് പ്രസിഡന്റായിരുന്ന KP ഉസ്മാൻ സാഹിബിനെ വീണ്ടും അങ്ങനെയാണ് ഉസ്മാൻ, നമ്മൾ നേരത്തെ ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞു, 1968 ആഗസ്റ്റ് 25 പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ പ്രസിഡന്റും പിന്നെ ഉസ്മാൻ സാഹിബ് KP ഉസ്മാൻ സാഹിബ് സെക്രട്ടറി ആയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു വിശദീകരണമാണ് പറയുന്നത്. 68 ഓഗസ്റ്റ് 25 കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെ ഹിദായത്തു സുബ്യാൻ മദ്രസയിലാണ് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ചത് പാണക്കാട് PMSA പൂക്കോയ തങ്ങളാണ്. അങ്ങനെ ഈ യോഗത്തിൽ വെച്ചാണ് 40 അംഗ കമ്മിറ്റി നിലവിൽ വന്നത്. കുട്ടിയസനാജി സെക്രട്ടറി, പാണക്കാട് പൂക്കോയ തങ്ങൾ പ്രസിഡന്റുമായി 40 അംഗ കമ്മിറ്റി നിലവിൽ വന്നത്. പിന്നീട് നവംബർ 7 പ്രസിഡന്റ് അവരുടെ വസതിയിൽ പാണക്കാട് ചേർന്ന യോഗത്തിൽ പിന്നെ വൈസ് പ്രസിഡന്റായിരുന്ന KP ഉസ്മാൻ സാഹിബിനെ ജനറൽ സെക്രട്ടറിയാക്കി. കുട്ടിയസനാജി പിന്നെ എന്താക്കി, SYSന്റെ ഓർഗനൈസറായി നിയമിച്ചു. അങ്ങനെ പിന്നീട് പിന്നെ അതായത് കുട്ടിയസനാജിനെ SYSന്റെ ഓർഗനൈസറാക്കാം. അപ്പം സെക്രട്ടറി സ്ഥാനം രണ്ടും കൂടി നടക്കൂലല്ലോ. അപ്പം നമുക്ക് ഉസ്മാൻ സാഹിബിനെ പിന്നെ ജനറൽ സെക്രട്ടറി ആക്കാം. അങ്ങനെയാണ് പാണക്കാട് പൂക്കോയ തങ്ങൾ പ്രസിഡന്റും ഉസ്മാൻ സാഹിബ് സെക്രട്ടറിയുമായി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് ഇപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്. ഏതായാലും ബാബക്ക് പിന്നെ ഉസ്മാൻ സാഹിബിൻ്റെ ഒഴിവിലേക്കാണ് പിന്നീട് EK ഹസൻ മുസ്ലിയാർ എന്ത് വന്നത്, വൈസ് പ്രസിഡന്റായ SYSന്റെ വന്നത്. 1975 പാണക്കാട് പൂക്കോയ തങ്ങൾ വഫാത്താവുകയാണ്. അതുവരെയും അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. എന്ന് മുതൽ 1968 ഓഗസ്റ്റ് 25 മുതൽ 1975 ജൂലൈ 6 അഥവാ ഇന്നത്തെ ഈ ദിവസമാണ് പാണക്കാട് പൂക്കോയ തങ്ങൾ മരണപ്പെട്ടത്. അപ്പം എത്ര കൊല്ലം അദ്ദേഹം പ്രസിഡന്റായി? 968. അപ്പോൾ 69, 70, 71, 72, 73, 74, 75 ഏകദേശം 7 കൊല്ലം SYSന്റെ അധ്യക്ഷനായി സംഘടനയെ നയിച്ചത് ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയ തങ്ങളാണ്. പക്ഷേ നേരെ വൈസ് പ്രസിഡന്റായിട്ട് ആരുണ്ട്? EK ഹസൻ മുസ്ലിയാരുണ്ട്. അങ്ങനെ ആ കമ്മിറ്റി അതിൻ്റെ ഇടയ്ക്ക് പിന്നീടാണ് ബാഫക്കി തങ്ങൾ. അത് ഇൻഷാ അല്ലാഹ് ചരിത്രം നമുക്ക് നാളെ മുതൽ പറയാം.
ഏതായാലും നമുക്കിന്ന് പറയാനുള്ളത് 975 ജൂലൈ 6-ാം തീയതിയാണ് മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ വഫാത്തായത്. അല്ലാഹു തആല മഹാനവറുകളെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ചന്ദ്രികാ പത്രത്തിൻ്റെ മാനേജിംഗ് എഡിറ്റർ, അങ്ങനെ എല്ലാ വഴികളിലും അദ്ദേഹം ഉണ്ടെങ്കിലും SYSൻ്റെ നേതൃത്വപരമായ എല്ലാ നിലക്കും അദ്ദേഹം നേതൃത്വം നൽകാൻ എല്ലാ നിലക്കും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. സുന്നി വോയിസിൻ്റെ പ്രചരണത്തിന് അദ്ദേഹം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. സംഘടനയെ ഒരു വൻ പ്രസ്ഥാനമാക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ തങ്ങൾ ചെയ്തിട്ടുണ്ട്. മഹാനായ പാണക്കാട് PMSA പൂക്കോയ തങ്ങളാണ് പാണക്കാട് കുടുംബത്തിന് ഉള്ള പെരുമ. അദ്ദേഹത്തിൻ്റെ വാപ്പ വളരെ വലിയ സൂഫി വര്യൻ കൂടിയായ സയ്യിദായിരുന്നു. പക്ഷെ പാണക്കാട് ആ കൊടപ്പനക്കൽ തറവാട് എന്ന ഇന്ന് കേൾക്കുന്ന രൂപത്തിലുള്ള പ്രസിദ്ധിക്കൊക്കെ തുടക്കം മുൻപത്തുള്ള അവരുടെ പൂർവിക പിതാക്കളാണെങ്കിലും അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഏറെ വ്യാപിപ്പിച്ചത് PMSA പൂക്കോയ തങ്ങൾ മുഖേനയാണ്. അദ്ദേഹം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെയും SYSൻ്റെയും കീഴ്ഘടകങ്ങളുടെയും ഒക്കെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കാളിത്തം വഹിച്ച മഹാനാണ്. അള്ളാഹു അദ്ദേഹത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ അദ്ദേഹത്തെ പോലെ തന്നെ പ്രവർത്തിച്ച് മരണപ്പെട്ട എത്രയോ മഹാന്മാരുണ്ട്, അവരെയൊക്കെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ ഇൻഷാ അള്ളാഹ് നാളെ SYSൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓട്ടപ്രദക്ഷിണം, ഒരു ഓട്ടപ്രസംഗം ഇൻഷാ അള്ളാഹ്, അത് വളരെ വേഗത്തിൽ പറഞ്ഞു തീരാവുന്ന രൂപത്തിൽ SYSൻ്റെ ചരിത്ര ഭാഗങ്ങളിലേക്ക് നാളെ പ്രസംഗം തുടരുന്നു. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.